ഞങ്ങൾക്ക് തോന്നുന്നില്ല ശക്തനായി. അതാണ് സുരേഷ് ഗോപി വായ തുറന്ന് നല്ല തനി നിറ വരുന്നത്. അയാൾക്ക് അഭിനയിക്കാനേ പറ്റുള്ളൂ. നാളെക്കൊരു മാറ്റങ്ങൾ വേണ്ടേ? എല്ലാവരും വരുന്നുണ്ടല്ലോ. ആള് വരട്ടെ, വന്ന് നോക്കട്ടെ, എന്നാലും അറിയില്ല എന്താ. പാവങ്ങൾക്ക് പണിയില്ല, തൊഴിലില്ല, രേഷങ്ങളുടെ അരിയില്ല. ഇതൊക്കെ എന്ത് പിണറായി വിജയൻ ചെയ്യണേ? ഇതൊക്കെ ആദ്യം പിണറായി വിജയൻ കൊണ്ടിട്ടാ. ഈ വിഷയം നിങ്ങൾ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തല്ലോ. മൻമോഹൻ സിംഗ് പറഞ്ഞ ഇന്ത്യയുടെ വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങളാണെന്ന്. മറ്റാള് അയാളിപ്പോൾ അത് കഴിഞ്ഞ മറ്റോടത്തേക്ക് പോവാളതാ, താമരയിലേക്ക്. തിരഞ്ഞെടുപ്പ് വിരൽത്തുമ്പിൽ എത്തി നിൽക്കുമ്പോൾ തൃശൂർ നഗരം പൂരത്തിന്റെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂർ നടക്കാനിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് നോക്കാം. സുനിൽകുമാർ എന്തുകൊണ്ട് ആള് ജയിക്കണമെന്ന്? ആള് നല്ലൊരു മനുഷ്യനല്ലേ, മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ, നല്ല പ്രവർത്തനാണ്, സി പി ഐയുടെ വലിയൊരു നേതാവാണ്. അപ്പോൾ അയാൾ ജയിക്കണം. ഇപ്പോ ഓപ്പോസിറ്റ് മുരളീധരനും സുരേഷ് ഗോപിയൊക്കെയാണല്ലോ, അവര് ഭയങ്കര ശക്തരായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയല്ലേ? അവർ ശക്തരായുള്ള ഇങ്ങനെ പറ്റിയുള്ള അഭിപ്രായമുള്ള മാതിരി അവരെ അഭിപ്രായം ഇല്ല. അതും തന്നെയല്ല, നമ്മുടെ പാർലമെന്റിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ MP-മാർ ചെന്നങ്ങനെ വല്ലതും പറയാനും വെക്കുമോ? അവർ അല്ലാണ്ട് UDF-ൻ്റെ ആൾക്കാർ എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഇതുവരെയ്ക്കുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ LDF-ൻ്റെ എല്ലാ പാർലമെന്റ് മെമ്പർമാരും ജയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. BJP എനിക്ക് ജയിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? നാളെക്കൊരു മാറ്റങ്ങൾ വേണ്ടേ? എല്ലാവരും വരുന്നുണ്ടല്ലോ. ആള് വരട്ടെ, വന്ന് നോക്കട്ടെ, എന്നാലും അറിയില്ല എന്താ. മാറ്റങ്ങൾ വേണല്ലോ, ആളെ കൊണ്ട് കഴിയും നോക്കാം. അതന്നെ. കേന്ദ്രത്തിക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ ആണല്ലോ നടക്കുന്നത്. ഇപ്പൊ 10 വർഷമായിട്ട് BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ എന്ത് മാറ്റം ഉണ്ടായി? മാറ്റത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആള് എല്ലാം നല്ല കുറെ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. തൃശ്ശൂരിൽ മാറ്റം വരണം. തൃശ്ശൂർ തവണ സുരേഷ് ഗോപി ജയിക്കും. എന്തുകൊണ്ട് ജയിക്കുന്നു പറയുന്നത്? എന്താ വെച്ചാൽ ആള് നല്ലൊരു പ്രവർത്തനം, സാമൂഹ്യ സേവനം നന്നായി ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മളൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നു. എപ്പോഴും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നുള്ളത് ഒരു ചേഞ്ചിങ്. തൃശ്ശൂർ തവണ സുരേഷ് ഗോപി സാറിനുള്ളത് BJP-യുടെ പ്രവർത്തനങ്ങളോട് 100% യോജിക്കുന്നു. ഇപ്പൊ 10 വർഷമായിട്ട് മോദി സർക്കാർ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. അതെ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉപകാരം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം സുരേഷ് ഗോപി സാർ വരണം. സുനിൽകുമാർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാളൊരു ജനകീയനാണ്. എവിടെ നോക്കിയാലും കാണാം കൃഷി കാര്യങ്ങൾ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ നല്ല കൃഷി നടത്തിയത് ഇയാളുടെ ഒരു ഇതുകൊണ്ടാണ്. അതുമാതിരി കൃഷി ഓഫീസർ അവാർഡ് മേടിച്ചു. ഞങ്ങൾ വിയ്യൂർ ഭാഗമാണ്. അത് നല്ല ജനകീയനാണ്. അതുകൊണ്ട് സുനിൽകുമാറെ ജയിക്കുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപി മുരളീധരനൊക്കെ ശക്തരായ മത്സരാർത്ഥികൾ തന്നെയാണ്. ഞങ്ങൾക്ക് തോന്നുന്നില്ല ശക്തനായി. അതാണ് സുരേഷ് ഗോപി വായ തുറന്ന് നല്ല തനി നിറ വരുന്നത്. അയാൾക്ക് അഭിനയിക്കാനേ പറ്റുള്ളൂ. പിന്നെ വേറെ എന്താണുള്ളത്? മറ്റാള് അയാളിപ്പോൾ അത് കഴിഞ്ഞ മറ്റോടത്തേക്ക് പോവാളതാ, താമരയിലേക്ക്. അതായത് ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുള്ളൂ എന്ന് പ്രതിപക്ഷം എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് പൊതുജനങ്ങൾക്കറിയാം. അപ്പോൾ കേന്ദ്രമന്ത്രിയാവും അദ്ദേഹം. അപ്പോൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി വരട്ടെ എന്ന രീതിയിൽ പ്രചരണം കുറവായാലും ശരി, ജനങ്ങളെല്ലാവരും മൊബൈലാണ്, അതായത് ആൻഡ്രോസ് മൊബൈലാണ്. ഈ മൊബൈലിലൂടെ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. വീടുകളേറിയിരിക്കും യുവാക്കളും സ്ത്രീകളും സുരേഷ് ഗോപിക്ക് വോട്ടിയും. സുരേഷ് ഗോപി സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോ നരേന്ദ്രമോദി പറഞ്ഞല്ലോ മുസ്ലിങ്ങള് നുഴഞ്ഞുകയറ്റക്കാരാണെന്ന്. അപ്പൊ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ വിഷയം നിങ്ങൾ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തല്ലോ. മൻമോഹൻ സിംഗ് പറഞ്ഞ ഇന്ത്യയുടെ വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങളാണെന്ന്. ഇന്ത്യയുടെ വിഭവങ്ങളുടെ ആദ്യ അവകാശി ഈ നാട്ടിലെ ദരിദ്ര രീതിയിൽ പിന്നോക്കക്കാരാണെന്ന് അധികം പറഞ്ഞില്ല മൻമോഹൻ സിംഗ്. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ 1ാം സ്ഥാനം ആർക്ക്? മുസ്ലിങ്ങളാണെന്ന്. അന്ന് എന്താ ഈ വിഷയം ചർച്ച ചെയ്യാഞ്ഞ്? അതാണ് എനിക്ക് അതിന് മറുപടി. ജയിക്കുന്ന സുരേഷ് ഗോപി ജയിച്ചാലും വേണ്ടില്ല. സുരേഷ് ഗോപി കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അവന് ജയിപ്പിക്കില്ലായിരുന്നു. മര്യാദയ്ക്ക് പാവങ്ങൾക്ക് അവൻ സഹായിച്ച് പൈസ കൊടുക്കണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അല്ലാത്ത വേണ്ടില്ല. പിണറായി വിജയൻ കൊടുക്കില്ല. പിണറായി വിജയൻ കുറേ പാവങ്ങളെ കൊന്നിട്ടുണ്ട്. കുറേ പാവമുണ്ട്. ഈ വെള്ളപ്പൊക്കിൽ വന്ന് കാഴ്ചക്ക് മുഴുവൻ അവൻ്റെ കുടുംബത്തേക്കാ. പാവങ്ങൾക്ക് വീട് കെട്ടി എന്നിട്ട് ഈ വെള്ളം മുഴുവൻ തിട്ടു. ലോട്ടറിയിൽ പൈസ ഇല്ല. പാവങ്ങൾക്ക് പണിയില്ല, തൊഴിലില്ല, രേഷങ്ങളുടെ അരിയില്ല. ഇതൊക്കെ എന്ത് പിണറായി വിജയൻ ചെയ്യണേ? ഇതൊക്കെ ആദ്യം പിണറായി വിജയൻ കൊണ്ടിട്ടാ.
രംഗത്തേക്ക് ഇറങ്ങട്ടെ, വീടുകളില്ലാത്തവർക്ക് വീട് കെട്ടി കൊടുക്കട്ടെ. ഇത് കുറച്ച് ഇങ്ങോട്ട് അവൻ്റെ സജ്ജീകരണമായി വരില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ വേണം, എന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ല വോട്ടും വേണ്ട, ഒന്നും വേണ്ട. പെൻഷനും ഇല്ല, വിധവ പെൻഷനും ഇല്ല ഞങ്ങൾക്ക്, അതും കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്കേണ്ട പെൻഷൻ പകുതി കട്ടാക്കി വെച്ച് കൊടുക്കുക. ഇതൊക്കെ എന്തിനത്? ഈ വയസ്സായി 10-60 വയസ്സായവർക്കൊക്കെ തൊഴിലിനും ജോലി എടുക്കാൻ പറ്റാത്തവർ അറിയില്ല. അവന് സമ്പാദിക്കാൻ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ആണുങ്ങൾ ഇറങ്ങി ലോട്ടറി വിറ്റ് ഗവൺമെൻറ് കള്ളും ചാരായി കാശും ലോട്ടറി കാശും മാത്രം ഗവൺമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. പാവങ്ങൾക്ക് വല്ലതും കൊടുക്കേണ്ടവൻ ഇല്ല. സുരേഷ് ഗോപി ആയാലും ഞാനും ജയിച്ചൻ. പാവങ്ങൾ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അതിനും ജയിക്കില്ല. ഉള്ള കാര്യം പറഞ്ഞു, തുറന്നു പറഞ്ഞു. സുരേഷ് ഗോപി വലിയ കാര്യം കൊണ്ട് തൊളുപ്പ പറയും, ജയിച്ചു കഴിഞ്ഞാൽ അവൻ പാർട്ടി മാറും. അവനിപ്പോൾ കളത്തുണ്ട് കുറച്ചൊക്കെ. അപ്പം ആര് ജയിച്ചാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗി നടക്കണം. പാവങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെട്ടി കൊടുക്കുക, അതപ്പോൾ പറഞ്ഞാൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എടുക്കുക, വിധവ പെൻഷന്മാർക്ക് കൊടുക്കുക, ശമ്പളം കൊടുക്കുക. ഗവൺമെൻറ് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ഓരോരുത്തർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല ഇവർക്ക്, അത് കൊടുക്കുക. ലോട്ടറി പൈസ കൊടുക്കുക. ഞങ്ങളുടെ പെൻഷൻ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കും. വീടില്ല ഞങ്ങൾക്ക്, വീടുകളൊക്കെ ഒന്ന് ശരിയാക്കി തരാം. അത്ര മാത്രമേ ഉള്ളൂ.